ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് അംഗവൈകല്യമുള്ളതാണെങ്കിൽ, ബുദ്ധിമാന്ദ്യമുള്ളതാണെങ്കിൽ അതിനെ കൊലപ്പെടുത്താം എന്ന് ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് പീറ്റർ സിന്നറിനെ പോലെയുള്ള ആളുകൾ എഴുതി വെക്കുന്നത്. നാസ്തികന്മാരുടെ ആചാര്യന്മാരാണവർ, നിരീശ്വരവാദികളുടെ ദൈവങ്ങളാണവർ, അതിന് പ്രചാരം കൊടുത്ത് ലോകത്ത് സ്വീകാര്യത ഉണ്ടാക്കുന്ന നേതാക്കന്മാരാണവർ. ഒരാളുടെ സന്തോഷം നോക്കണ്ട, കൂടുതൽ ആളുകൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യം, അത് കൂടുതൽ ആളുകൾക്ക് നന്മ കിട്ടുന്ന കാര്യം, അത് നന്മയായി കാണാം. കുറച്ചാളുകൾക്ക് നന്മ കിട്ടുന്നത് നോക്കണ്ട എന്നാണ് അടുത്തൊരു ന്യായവാദം. എന്തിനാണ് ഈ ന്യായവാദങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ മനുഷ്യന് ജീവിക്കാൻ മതങ്ങൾ ആവശ്യമാണ്, ദർശനങ്ങൾ ആവശ്യമാണ്, കാഴ്ചപ്പാടുകൾ പകർന്നു കൊടുക്കാൻ പുറത്തുനിന്നൊരു ശക്തിയുടെ നിർദ്ദേശങ്ങൾ ആവശ്യമാണ് എന്ന മതനിയമങ്ങളുടെ പ്രസക്തിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ന്യായവാദങ്ങൾക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഈ ന്യായവാദങ്ങളൊക്കെ നിരർത്ഥകമാണ് എന്നത് ചെറിയ ഉദാഹരണങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. നോക്കൂ, പരമാവധി ആളുകൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ് എങ്കിൽ കുറെ ആളുകൾ ചേർന്ന് ഒരു കൊലപാതകം നിർവഹിക്കുന്നു, കുറെ ആളുകൾ ചേർന്ന് സംഘമായി ഒരു കൂട്ടബലാത്സംഗം ചെയ്യുന്നു, അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ന്യായമാണ്, ശരിയാണ് എന്ന് പറയാൻ പറ്റുമോ? എന്നാ വേണ്ട, നമ്മൾ എല്ലാ ആളുകളും കൂടിയിരുന്ന് അവനവന് നന്മയാണ് എന്ന് തോന്നുന്നത്, അവനവന് തിന്മയാണ് എന്ന് തോന്നുന്നത്, അതെല്ലാം ചർച്ച ചെയ്ത് ക്രോഡീകരിച്ച് രണ്ടുപേർക്കും എല്ലാവർക്കും നന്മയായി തോന്നുന്ന ഒരു വശത്ത്, എല്ലാവർക്കും തിന്മയായി തോന്നുന്നത് മറ്റൊരു വശത്ത്, അങ്ങനെ നമ്മൾ തന്നെ മനുഷ്യന്മാർ തന്നെ നന്മ തിന്മകൾ തീരുമാനിക്കാൻ നിന്നാലോ? ഞാൻ ചോദിക്കാം, പലിശ ഏത് ഭാഗത്ത് എഴുതും? നന്മയായി എഴുതും, തിന്മയായി എഴുതും? ഇവിടെയുള്ള ബാങ്കുകളൊക്കെ നടന്നു പോകുന്നുണ്ട്. ബാങ്കിന്റെ ജീവനക്കാരും അതിന്റെ വരുമാനക്കാരും അതിന്റെ ഉപയോക്താക്കളും ഗുണഭോക്താക്കളും ആരെങ്കിലും സമ്മതിക്കുമോ പലിശ തിന്മയായ ഒരു വശത്ത് എഴുതാൻ? സ്ത്രീധനം എന്നത് നന്മയായ കാര്യമായിട്ട് എഴുതുമോ, തിന്മയായ കാര്യമായിട്ട് എഴുതുമോ? നോക്കൂ, ലൈംഗിക തൊഴിലാളികൾ എന്നാണ് അവർ തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അവർ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന മഹത്തായ സേവനം ചെയ്യുന്നവരാണ് എന്നാണ് അവർ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ലൈംഗിക തൊഴിലാളിയാണ് എന്ന് പരസ്യമായി പറയാനും പുസ്തകം രചിക്കാനും അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാനും ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണിന് മടിയില്ലാത്ത കാലത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് നന്മയായിട്ടാണോ തിന്മയായിട്ടാണോ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയാം? അപ്പോഴാണ് പുതിയ ഒരാശയം അവതരിപ്പിക്കുന്നത്. മതങ്ങളുടെ നിയമമൊക്കെ പ്രാകൃതമാണ്, മതങ്ങൾ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കൊന്നുമില്ല, മതങ്ങളെ കൊണ്ട് ഇവിടെ ആവശ്യമൊന്നുമില്ല, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നൊക്കെ വാദിച്ച ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ നിയമങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നവർക്ക് അവരോട് ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ട്. ഇവിടെ ഒരു ബൈക്ക് റോട്ടിൽ ഇറങ്ങണമെങ്കിൽ നിയമം ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. കാർ ഓടിക്കണമെങ്കിൽ നിയമം ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. കളികൾക്കെല്ലാം കളിയാണ്, പക്ഷെ എല്ലാ കളികൾക്കും നിയമമുണ്ട്, എല്ലാ കളികൾക്കും നിയമമുണ്ട്. നോക്കൂ, അടി കൂടുന്ന കളിയാണ് ബോക്സിംഗ്. ബോക്സിംഗിൽ നിയമമല്ലേ? ബോക്സിംഗിൽ കാലുകൊണ്ട് ചവിട്ടാൻ പാടില്ല. കിക്ക് ബോക്സിംഗിലോ കാലുകൊണ്ട് ചവിട്ടാം, എന്നാൽ മലർത്തി അടിക്കാൻ പാടില്ല. ജൂഡോയിലും റെസ്ലിംഗിലും മലർത്തി അടിക്കാം. ഈ കളികളെല്ലാം ജൂഡോയും റെസ്ലിംഗും കരാട്ടയും കുംഫുവും അങ്ങനെ ഏതെല്ലാം ആയോധന കലകളുണ്ടോ ആ കലകളെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന മിക്സഡ് മാർഷൽ ആർട്സ് ഉണ്ട്. അവിടെ അടിക്കാം, ഇടിക്കാം, തൊഴിക്കാം, തലക്കടിക്കാം, അങ്ങനെ എന്തും ചെയ്യാമെന്നാണ്. പക്ഷെ അവിടെയും എന്തും ചെയ്യാമെന്ന നിയമമാണോ? അവിടെ അല്ല. ആ മിക്സഡ് മാർഷൽ ആർട്സിലും നിയമങ്ങളുണ്ട്. അത് പിരടിയിൽ അടിക്കാൻ പാടില്ല, നട്ടലിന് ഇടിക്കാൻ പാടില്ല എന്ന് അവിടെയും നിയമമുണ്ട്. നോക്കൂ, നിയമങ്ങളില്ലാതെ ഒരു കാര്യവും നടപ്പിലാവുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നിയമങ്ങളില്ലാതെ അവിടെ ജീവിക്കാൻ കഴിയൂല. ഹെൽമറ്റ് ധരിക്കൊന്നും വേണ്ട, ഞാൻ ഇത് ഇഷ്ടപ്രകാരം നടക്കാം എന്ന് തീരുമാനിക്കാൻ പറ്റൂല. സീറ്റ് ബെൽറ്റൊന്നും നിയമം പറ്റൂല. റോഡിലേക്ക് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ഓടിക്കും. ഇവിടെ സിഗ്നൽ വെക്കുക, അങ്ങനെ ലൈറ്റ് വെക്കുക, സിഗ്നൽ നിയമങ്ങളൊക്കെ പാലിക്കണം, അതൊന്നും അനുസരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇവിടെ വാഹനം ഓടിക്കാൻ അനുവാദം കൊടുക്കൂല. ഇവിടെ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്നതാണ് പുതിയ തലമുറ ഇപ്പോൾ അവരുടെ നിയമമായി സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പുതുതലമുറയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള യഥാർത്ഥമായ ചിന്ത ഇതാണ്. ഇപ്പോൾ അവർ എത്തി നിൽക്കുന്ന ചിന്ത ഇതാണ്. എന്താണ് അവർ പറയുന്നത്? ഞാൻ ഇങ്ങനെ ചെയ്യുന്നോണ്ട് അച്ഛനെന്താ കുഴപ്പം? ഞാൻ ഇങ്ങനെ ചെയ്യുന്നോണ്ട് ഉമ്മാക്കെന്താ പ്രശ്നം? ഞാൻ എന്റെ മുടി ഇങ്ങനെ വെട്ടിയാൽ എന്ത് പ്രശ്നം? ഞാൻ എന്റെ റൂമിലിരുന്ന് ഞാൻ കൊടുത്ത പണം കൊണ്ട് വാങ്ങിയ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്നൊരു കുട്ടി ചോദിച്ചാൽ എന്താണ് അതിന്റെ മറുപടി? അവന്റെ നന്മയുടെ അടയാളം ഹാം പ്രിൻസിപ്പിളാണ്. മറ്റൊരാൾക്ക് ഉപദ്രവം
ഉണ്ടാകുന്നുണ്ടോ എന്നാൽ അത് തിന്മ. മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നില്ലേ എങ്കിൽ അത് തിന്മയില്ല എന്നാണ്. മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാണ് അവന്റെ ന്യായങ്ങൾ. ആ ന്യായം നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നോക്കൂ, ലോകത്തെമ്പാടും ലഹരി കൊണ്ടുള്ള ദുരന്തങ്ങളെ കുറിച്ച് ഉള്ള വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെമ്പാടും ചില സ്ട്രീറ്റുകളുണ്ട് പാശ്ചാത്യ നാടുകളിൽ. ആ സ്ട്രീറ്റുകളിൽ ആളുകൾ കുനിയിരിക്കുന്നു, കിടക്കുന്നു, തലകുത്തി നിൽക്കുന്നു. എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ സ്ട്രീറ്റുകൾ വർദ്ധിക്കുകയാണ്. ഇവിടെ സാർവത്രികമായി ലഹരി ഒരുക്കിയപ്പോഴുള്ള പ്രശ്നമാണ്. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലഹരി എന്ന് പറയുമ്പോൾ മദ്യത്തിനെ അതിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം പല പ്രഭാഷകന്മാരുടെ സംസാരങ്ങളും നമ്മൾ കേൾക്കുകയാണ്. മദ്യമാണ് ഒന്നാമത്തെ ലഹരി. മദ്യമാണ് ഏറ്റവും വലിയ ലഹരി. മദ്യം കൊണ്ടുള്ള ലാഭത്തെ സർക്കാരിന് വേണ്ടെന്ന് വെക്കാൻ മറ്റു വരുമാന മാർഗങ്ങൾ കൂടി ഉണ്ടാക്കി. മദ്യ ഉപയോഗം കാരണത്താൽ ഈ നാടിനുണ്ടാകുന്ന നഷ്ടങ്ങൾ അതിന്റെ കണക്ക് പരിശോധിച്ച് കൃത്യമായ ഒരു പ്ലാനിംഗ് നടത്തി പുതിയ മേഖലകളിലെ വരുമാന മാർഗങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ നാടിന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇവിടെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളുടെയും അടിസ്ഥാനം മദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബാഇ, എല്ലാ തിന്മകളുടെയും മാതാവ് മദ്യമാണ് എന്നാണ്. എല്ലാ സർവ്വ തിന്മകളുടെയും മാതാവ് മദ്യമാണെന്ന്. നോക്കൂ, ഇന്ന് ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്ന പല കുറ്റവാളികളും അവർ കൊലപാതകത്തിലേക്ക് എത്തിയത്, അവർ ബലാത്സംഗത്തിലേക്ക് എത്തിയത്, അവർ ഈ ജയിലിൽ അകപ്പെടാനുള്ള തിന്മകൾ ചെയ്യാൻ കാരണമായത് മദ്യമാണ് എന്ന് നമ്മൾ എണ്ണമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ലഹരിയെ തടയാൻ നിയമനിർമ്മാണം നടത്തും, ലഹരിയെ തടയാൻ നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞ അതേ പ്രസ്താവനയുടെ അടുത്ത പ്രസ്താവനയായി ഈ 1-ാം തീയതി മുതൽ ചില പ്രത്യേക ബാറുകളിൽ മദ്യം വിളമ്പാനുള്ള അനുവാദം കൊടുക്കുന്നു എന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ എവിടെയാണ് ഇവിടെ വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് ഏതെങ്കിലും ഇപ്പോഴുള്ള ഒരു ഭരണകൂടത്തെ മാത്രമല്ല അതിന് വിമർശിക്കേണ്ടത്. കാലങ്ങളായി വന്ന ഭരണകൂടങ്ങൾ അതിന് അനുകൂലമായ നിലപാടുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ലഹരി മോചനത്തിന് വേണ്ടി, ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടി, സമ്പൂർണ്ണ നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സ്വന്തം പാർട്ടിയിൽ നിന്നത് പോലും സപ്പോർട്ട് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളൊരു ആത്മവിമർശനത്തിന് ആ വിഷയത്തിൽ തയ്യാറാകണമെന്നാണ്. നോക്കൂ, എനിക്ക് തോന്നുന്നത് ചെയ്യുക എന്ന ആശയത്തിലാണ് പുതുതലമുറയുള്ളത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി ആ ഒരു ചിന്തയെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. സ്വന്തം ഇച്ഛയെ ഇലാഹാക്കി, ദൈവമാക്കി, അവനവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തതിനെ വിശുദ്ധ ഖുർആൻ ശക്തമായി വിമർശിക്കാം. അങ്ങനെ നിയമങ്ങളൊന്നും ആവശ്യമില്ല. എനിക്ക് എന്റെ നിയമങ്ങൾ, നിനക്ക് നിന്റെ നിയമങ്ങൾ, ഓരോരുത്തരും അവനവന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അനന്തരഫലം എന്താകും? ലോകത്ത് അങ്ങനെ അവനവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച നാടുകളെ കുറിച്ച് നമ്മൾ പരിശോധിക്കണം. നമ്മൾ എന്തിനാ എതിർക്കാൻ പോണത്? അവനവന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്തോട്ടെ എന്ന് ചില തിന്മകളെ പറ്റി നമ്മൾ പറയും. ചില അങ്ങാടികളിൽ കുട്ടികൾ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന്, മൂലയിലിരുന്ന്, ഓട്ടോറിക്ഷയുടെ സൈഡിലിരുന്ന്, ബസ് സ്റ്റാൻഡിന്റെ തൂണിന്റെ മറവിലിരുന്ന് ഒക്കെ കാട്ടിക്കൂട്ടുന്ന കാഴ്ചകളുണ്ട്. ചില പാർക്കുകളിൽ പോയാൽ കൊട മറച്ചു വെച്ചുകൊണ്ട് അതിനുള്ളിൽ അവർ ചെയ്തു കൂട്ടുന്ന തോന്നിയാസങ്ങളുണ്ട്. ചില പാർക്കുകളിൽ പോയാൽ പരസ്യമായി ബെഡ്റൂമിനുള്ളിൽ മാത്രം ചെയ്യാൻ നമുക്കൊക്കെ ധൈര്യം വരുന്ന തോന്നിയാസങ്ങൾ തന്റെ കാമുകിയോടൊപ്പം, തന്റെ കൂട്ടുകാരിയോടൊപ്പം ചെയ്തു കൂട്ടുന്നതിന്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അവരെ വിലക്കാൻ പോയാലോ, അവരെ എതിർക്കാൻ പോയാലോ, അവരവരെ ഇഷ്ടമുള്ള ചെയ്തോട്ടെ, നമ്മൾ അതിലേക്ക് മൈൻഡ് ചെയ്യണ്ട എന്ന ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് മാറിയിരിക്കുന്നു. അതിനെ എതിർക്കാൻ പോയാൽ നമ്മൾ തണ്ടവൈബുകാരാകും എന്ന് നമ്മൾ ഭയപ്പെടുന്നു. അതിനെ എതിർക്കാൻ പോകുന്നവർ മോറൽ പോലീസിംഗിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ആക്ഷേപമുണ്ടാകുന്നതിനെ നമ്മൾ ഭയപ്പെടുന്നു. അങ്ങനെ തോന്നിയാസങ്ങൾ നടത്തുന്നതിനൊക്കെ അനുവദിച്ചു കൊടുക്കാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടാനുമാണോ നമ്മുടെ തീരുമാനം? അങ്ങനെയാണെങ്കിൽ സെക്ഷൽ ലിബറേഷന് ശേഷം പാശ്ചാത്യ നാടുകൾക്ക് സംഭവിച്ച അതേ അപകടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഇവിടെ വിവാഹം എന്തിനാ? അങ്ങനെയൊന്നും ആവശ്യം
ആവശ്യമല്ല. വിവാഹമൊക്കെ മതങ്ങൾ ഉണ്ടാക്കിയ ഒരു കെട്ടിക്കൊടുക്കാണ് എന്നാണ് ചില ആളുകൾ വാദിക്കുന്നത്. മുസ്ലിം പേരുള്ള ഒരു നിരീശ്വരവാദിയുണ്ട്. അവൻ പറഞ്ഞത് നമ്മുടെ നാടിന്റെ അയൽനാട്ടുകാരനാണ്. അയാൾ പറഞ്ഞത് വിവാഹമൊക്കെ എന്തിനാ, വിവാഹം ആവശ്യമില്ല, വിവാഹം കഴിക്കാതെയും കുടുംബജീവിതം നയിക്കുന്ന എത്രയോ ആളുകളെ എനിക്കറിയാമെന്നാണ്. അയാൾ അതിന് പ്രൊമോഷൻ കൊടുക്കുക. കല്യാണം കഴിക്കണ്ട, നമുക്ക് ലിവിങ് ടുഗദറാണ് നല്ലതെന്നാണ്. പെൺകുട്ടികളോട് പലപ്പോഴും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്, നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളത് വിവാഹമല്ല, ലിവിങ് ടുഗദറാണ്. ലിവിങ് ടുഗദർ ആകുമ്പോൾ നിങ്ങൾ അടിമവേല ചെയ്യേണ്ടി വരികയില്ല. വിവാഹമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ അടിമയായി ജീവിക്കേണ്ടി വരും എന്നൊരു സന്ദേശം നമ്മുടെ മക്കളുടെ ഒക്കെ മനസ്സിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യുവതി യുവാക്കളോട് വിവാഹത്തിന്റെ കാര്യം സംസാരിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ലാതാകുന്നത്? നമ്മുടെയൊക്കെ മക്കളോട് 18 കഴിഞ്ഞ 20 കഴിഞ്ഞ പെൺകുട്ടികളോട് വിവാഹത്തെ കുറിച്ച് സംസാരിച്ചു നോക്കൂ. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. കല്യാണത്തിനോട് താല്പര്യമില്ല, ജോലി കിട്ടിയിട്ട് മതി. ജോലി കിട്ടിക്കഴിഞ്ഞിട്ടും വിവാഹത്തോട് താല്പര്യമില്ലാത്ത ആളുകളായി മാറുന്നതിന്റെ പിന്നിൽ ലിബറലിസത്തിന്റെ സ്വാധീനമുണ്ട്. കല്യാണം കഴിച്ചാൽ ഞാൻ പുരുഷന്റെ അടിമയായി കഴിയേണ്ടി വരുമെന്നൊരു തെറ്റായ തോന്നലുണ്ട്. ഇവിടെ വിവാഹം വേണ്ട, ജീവിക്കാൻ അതിന്റെ ആവശ്യമില്ല എന്ന ചിന്താഗതിയുണ്ട്. അങ്ങനെ ചിന്താഗതിയുള്ള ആളുകൾ ജീവിച്ച പാശ്ചാത്യ നാടുകളിൽ 1800-കൾക്ക് ശേഷം ഉണ്ടായ സെക്ഷൽ ലിബറേഷന്റെ അനന്തരഫലം എന്താണ്? അല്ലെ, നമ്മുടെ നാട്ടിൽ ഇന്ന് പാഠപുസ്തകങ്ങളിലൂടെ അങ്ങനെ സ്വതന്ത്രമായ ലൈംഗിക ചിന്തകൾ കടത്തിക്കൂട്ടുന്ന കരിക്കുലത്തിലെ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്കൂളുകളിൽ ചേർന്ന കരട് രൂപരേഖ തയ്യാറാക്കൽ ചർച്ചകളിൽ പങ്കെടുത്ത ആളുകളാണ് നമ്മൾ. സ്വതന്ത്രമായ ഒരു ലൈംഗിക ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന പല വാക്കുകളും പല പ്രയോഗങ്ങളും പല പാഠഭാഗങ്ങളും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കൂടി കടന്നു വന്നിട്ടുണ്ട്. പാശ്ചാത്യ നാടുകളിൽ ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വസ്തുതകളുണ്ട്. ചില പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വിവാഹ ജീവിതത്തിലൂടെ ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വം ലിവിങ് ടുഗദർ ബന്ധങ്ങളിൽ ലഭിക്കുന്നില്ല എന്നത് പഠന റിപ്പോർട്ടുകളാണ്. വിവാഹ ജീവിതത്തിലൂടെ അവൾക്കുണ്ടാകുന്ന ഡിപ്രഷനും ലിവിങ് ടുഗദർ ബന്ധങ്ങളിലുള്ള ഡിപ്രഷനും കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ലിവിങ് ടുഗദർ ബന്ധങ്ങളിലെ ഡിപ്രഷനാണ് കൂടുതൽ എന്നാണ്. എത്രമാത്രം ലൈംഗിക രോഗങ്ങൾ ഇവിടെ പടർന്നു പിടിച്ചു. ഇത് സർവതന്ത്ര സ്വതന്ത്ര ലൈംഗികത വ്യാപകമായതുകൊണ്ട് സംഭവിച്ചതാണ്. ആണും പെണ്ണും എന്തിന് വ്യത്യാസം, നമ്മളൊക്കെ ഒരു മനുഷ്യരല്ലേ എന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ പേരിൽ ക്യാമ്പസുകളിൽ എഴുതി വെക്കുക. ഒപ്പമിരിക്കുന്നതെന്ന് ആര് പറഞ്ഞു? ഒപ്പം തന്നെ ഇരിക്കും എന്ന് പോസ്റ്റർ എഴുതി വെച്ചത് നമ്മുടെ നാടിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളാണ്. ഒപ്പരിക്കാൻ പാടില്ല എന്നാരാ പറഞ്ഞു? ഞങ്ങൾ ഒപ്പം തന്നെ ഇരിക്കുന്ന. സ്റ്റേജിൽ കയറി ആണും പെണ്ണും പരസ്യമായി തോന്യാസങ്ങൾ കാട്ടുന്നതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പാർട്ടികളെ പാടെ വിമർശിക്കല്ല. വിദ്യാർത്ഥികൾക്കിടയിൽ ഞങ്ങൾക്കെന്തും ചെയ്യാം, നിങ്ങൾ വിലക്കാൻ വരണ്ട എന്നൊരു ചിന്തയിലേക്ക് വിദ്യാർത്ഥി മനസ്സുകളെ കൊണ്ടെത്തിച്ചതിന്റെ അനന്തരഫലമാണ് ഇത്. രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രമല്ല, മതസംഘടനകളിലെ വിദ്യാർത്ഥി സംഘടനകൾക്കും ഇത് കടന്നുപോകും, ഒരു സംശയവുമില്ല. അത് സമൂഹത്തിന്റെ ഓരോ ഭാഗങ്ങളിലും അത് വരും. പക്ഷേ നമ്മുടെ പാർട്ടിയുടെ പേരിൽ, നമ്മുടെ മതത്തിന്റെ പേരിൽ, നമ്മുടെ മക്കളുടെ പേരിൽ ഇതിന് പ്രമോഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് തുറച്ചു നോക്കണ്ട. ഞാനും നീയും ഇങ്ങനെ തന്നെ ഉണ്ടായതാണ് എന്ന് ഒരു പാർട്ടിയുടെ പേരിൽ, ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ ക്യാമ്പസിൽ ഒട്ടിച്ച പോസ്റ്ററാണ്. എന്നിട്ടോ അവിടെ പരസ്യമായി ലൈംഗികതയിൽ ഏർപ്പെടുന്ന ആണിന്റെയും പെണ്ണിന്റെയും ചിത്രം വരച്ചു വച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് പോസ്റ്ററുകൾ, ക്യാമ്പസ് വിദ്യാർത്ഥി പാർട്ടികളുടെ പോസ്റ്ററുകൾക്ക് പരിശോധിച്ചു നോക്കിയാൽ അവിടെ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. നോക്കൂ, എല്ലാ കാര്യത്തിന്റെയും മോശമായ അനന്തര ഫലം കണ്ടു ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത് തെറ്റാണ് എന്ന് നമ്മൾ പറയുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ, നോക്കൂ, ഫ്രാൻസ്, അവിടെ ഇൻസെസ്റ്റ് അനുവദനീയമായിരുന്നു. ആണും പെണ്ണും, അത് ആങ്ങളെയും പെങ്ങളുമാണെങ്കിൽ, അച്ഛനും മകളുമാണെങ്കിൽ, അമ്മയും മകനുമാണെങ്കിൽ പ്രശ്നമല്ല എന്ന അവസ്ഥയിലായിരുന്നു ആ നാട്. ഇന്ന് ഇൻസെസ്റ്റ് വേണ്ട എന്ന് ഫ്രാൻസ് പറഞ്ഞ് മടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിൽ LGBTQ, ലെസ്ബിയനും ഗേയും ഒക്കെ ആണും തമ്മിലും പെണ്ണും തമ്മിലുള്ള സ്വതന്ത്രമായ ലൈംഗികതക്ക് അനുവാദമുണ്ടായിരുന്നു. ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം അത്തരം ആവശ്യം ഇനി നടക്കുകയില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. അവൻ കുറെ പൊട്ടത്തര തീരുമാനങ്ങളുണ്ട്, അത് സംശയമൊന്നുമില്ല. പക്ഷേ സ്വതന്ത്രമായ ലോകം സാധ്യമാകണം. യൂറോപ്പിലേക്ക് നോക്കൂ, പാശ്ചാത്യ നാടുകളിലേക്ക് നോക്കൂ, അവിടെയാണ് സ്വാതന്ത്ര്യം, അവിടെയാണ് പുരോഗമനം.
നോക്കുക, അവിടെ മാറ്റങ്ങളുടെ അലയൊലികൾ നമ്മൾ കാണുകയാണ്. സ്ത്രീകൾക്ക് ജോലിക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകിയിരുന്ന, വീട്ടിൽ അവർ കൂടുതലായി കഴിയേണ്ട അവസ്ഥയെ എതിർത്തിരുന്ന, അവർ സമൂഹത്തിൽ ഇറങ്ങണം, എന്നിട്ട് അവർ പുരുഷനെ പോലെ തന്നെ സമത്വത്തോടു കൂടി അവന് കിട്ടുന്ന ജോലികളൊക്കെ അവർക്കും കിട്ടണം, അവന് കിട്ടുന്ന വരുമാനമൊക്കെ അവർക്കും കിട്ടണം എന്നൊക്കെ വാദിച്ച് പുരുഷന്റെ അടിയിൽ നിൽക്കേണ്ടവളല്ല എന്നൊക്കെ പ്രസംഗിച്ചിരുന്ന ആളുകൾ ഇന്ന് ചൈന, കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ സ്ത്രീകളോട് പറയുകയാണ് നിങ്ങൾ വീട്ടിലിരിക്കണമെന്ന്. എന്നിട്ടോ റഷ്യ പ്രത്യേകമായി അവിടെ സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് അവരുടെ ജോലിയിൽ നിന്ന് ലീവ് അനുവദിക്കുകയാണ്. രാജ്യങ്ങൾ, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ, ചൈനയും കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ ജനസംഖ്യയുടെ എണ്ണം അത് കുറഞ്ഞു തുടങ്ങിയപ്പോൾ അവിടെ പ്രായമായ ആളുകളുടെ എണ്ണം കൂടുകയും വർക്കിംഗ് പീപ്പിളിന്റെ, യുവാക്കളുടെ എണ്ണം കുറയുകയും ചെയ്തപ്പോൾ അതിന് പരിഹാരമെന്നോണം അവർ കൂടുതലായി കുട്ടികൾ ഉണ്ടാകണമെന്ന പ്രോത്സാഹനം നടത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. മങ്കി പോക്സ് പടർന്നു പിടിച്ചു നമ്മുടെ നാട്ടിൽ. WHO ഒരു ഗൈഡ് ലൈൻ പുറത്തിറക്കി. എന്താ ഗൈഡ് ലൈൻ? ഗേ അനുരാഗികൾ, ലെസ്ബിയൻ അനുരാഗികൾ അവരുടെ ഈ ഏർപ്പാട് നിർത്തണമെന്നാണ് പറഞ്ഞത്. നോക്കൂ, ഇത് LGBTQ പൊളിറ്റിക്സിന്റെ ആളുകൾ അവർ നിയമം നിർമ്മാണം കൊണ്ടുവന്നത് എങ്ങനെയാണ്? ഇത് നാട്ടിൽ അനുവദിക്കപ്പെടുന്ന ഒരു കാര്യമാക്കി കൊണ്ടുവന്നത് എങ്ങനെയാണ്? ആണും തമ്മിലും പെണ്ണും തമ്മിലുള്ള തോന്നിയാസങ്ങൾ ഒരിക്കലും ഒരു നാടും ഒരു ജനവിഭാഗവും നല്ലതായി കാണുന്നില്ല. സഹോദരങ്ങൾ തമ്മിലുള്ള ലൈംഗികത ഒരിക്കലും ഒരു നാടും നല്ലതായി കാണുകയില്ല, ഒരാൾക്കും അത് ശരിയായി തോന്നുകയുമില്ല. പക്ഷെ എങ്ങനെയാണ് രാജ്യത്തത് നിയമമായി കൊണ്ടുവരാൻ അവർ പ്രയത്നിച്ചത്? ഇവിടെ അസോസിയേഷനുകൾ മീറ്റിംഗുകൾ നടക്കുമ്പോൾ, സൈക്യാട്രിക് അസോസിയേഷന്റെ മീറ്റിംഗുകൾ നടക്കുമ്പോൾ ആ മീറ്റിംഗിലേക്ക് ഈ പൊളിറ്റിക്സിന്റെ ആളുകൾ ഇരച്ചു കയറുകയാണ്, അവരെ ഘരാവ ചെയ്യുകയാണ്, അവരെ തടസ്സമുണ്ടാക്കുകയാണ്. നിങ്ങളുടെ മീറ്റിംഗ് നടക്കില്ല എന്ന് പറയാം. അങ്ങനെ മീറ്റിംഗ് തടസ്സപ്പെടുത്തി ഇതിനനുകൂലമായ തീരുമാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ റോട്ടിലിറങ്ങാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് തടസ്സമുണ്ടാക്കിയതിനു ശേഷമാണ് സൈക്യാട്രിക് അസോസിയേഷനുകൾ ഇതൊരു മാനസിക രോഗമാണ് എന്ന ലിസ്റ്റിൽ നിന്ന് ഈ സ്വവർഗ ലൈംഗികതയെ മാറ്റിയത്. സ്വവർഗ ലൈംഗികതയെ മാറ്റി അതിന്റെ DSM-5 5ാമത്തെ എഡിഷൻ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ മാനസിക രോഗങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് 5ാമത്തെ എഡിഷനെ ആയപ്പോൾ ഈ സ്വവർഗ ലൈംഗികതയെ മാറ്റിയപ്പോൾ ഇതാ സൈക്യാട്രിക് അസോസിയേഷൻ സ്വവർഗ ലൈംഗികത ഒരു രോഗമല്ല, മാനസിക വൈകല്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് വലിയ പ്രോത്സാഹനം കൊടുക്കണം. ഖേദകരമെന്ന് പറയട്ടെ, സങ്കടകരമെന്ന് പറയട്ടെ, രാഷ്ട്രീയ വിമർശനമായി ഇതിനെ കാണുകയില്ല എങ്കിൽ കേരളത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള ഒരു മൊഡ്യൂൾ തയ്യാറാക്കിയപ്പോൾ അത് NSS പോലെയുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സേവന പ്രവർത്തനത്തിന് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെഷനിൽ ഒരു പ്രത്യേകമായ മൊഡ്യൂൾ തയ്യാറാക്കിയപ്പോൾ ഇവിടെ LGBTQ പൊളിറ്റിക്സിന് അനുകൂലമായ വാചകങ്ങൾ അതിന് തെളിവ് പിടിച്ചത് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ ഇതൊരു മാനസിക വൈകല്യമല്ല എന്ന് പറഞ്ഞതിന് ന്യായമായി പറഞ്ഞത് ഈ വാചകമാണ്. അതുണ്ടാക്കിയ അധ്യാപകന്റെ, അതുണ്ടാക്കിയ ചിന്തകന്റെ പിഴവായി മാത്രം കാണാൻ നമുക്ക് കഴിയുകയില്ല. കാരണം ഞാൻ ആണാണെന്നും ഞാൻ പെണ്ണാണെന്നും ആണും പെണ്ണും പരസ്പരം മാറ്റിപ്പറയുന്ന കാലത്ത് ഞങ്ങളുടെ ഭരണകൂടത്തിന്റെ വലിയൊരു നേട്ടമായി ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പുരോഗമനപരമായ ഒരു ആശയം സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക്, സെക്ഷൽ റീ അസൈൻമെന്റ് സർജറിക്ക് ഞങ്ങൾ 1,000 രൂപ അനുവദിച്ചു എന്നത് വലിയൊരു നേട്ടമായി നമ്മുടെ ഭരണകൂടം പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇവിടെ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം വേണ്ട, അവർക്ക് പ്രത്യേകമായ വേഷവിധാനങ്ങളൊന്നും വേണ്ട, ആണിന്റെ വേഷം, പെണ്ണിന്റെ വേഷം, അവരങ്ങനെ ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്ന് പറയുന്നതിന്റെ അപകടം, അതിന്റെ ദുരന്തം എന്താണെന്ന് നമുക്ക് കാത്തിരുന്നതാണ്. അധികം വൈകാതെ നമ്മുടെ നാട്ടിലും അതെത്തും. നോക്കൂ, ഒരു ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ആശയം വ്യാപകമാകുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ വളർന്നു വരുന്ന ചിന്തകളെ കുറിച്ച്, ലൈംഗികമായ മോശപ്പെട്ട ആലോചനകളെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടും. അതോടൊപ്പം തന്നെ ആണും പെണ്ണും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല എന്ന വാദം നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. അത് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, അവർക്കത് മനസ്സിലാവണില്ല. ഇത് തോന്നിയാസങ്ങൾക്ക് കാരണമാകുമെന്ന ചിന്ത നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ആണ് വേറെയാണെന്നും പെണ്ണ് വേറെയാണെന്നും, രണ്ടും ഒരേ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും രണ്ട് ബയോളജിക്കൽ
ആശയം നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. അങ്ങനെയാകുമ്പോഴാണ് അവർ ആണും പെണ്ണുമായി ജീവിക്കുകയുള്ളൂ. അല്ലെങ്കിലോ ഞാൻ ആണാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും, ഞാൻ പെണ്ണാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും. നോക്കൂ, ഈ അങ്ങാടിയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരിൽ ആർക്കെങ്കിലും ഞാൻ ആണാണോ എന്നതിൽ സംശയമുള്ള ആളുകളുണ്ടോ? ആരും ഉണ്ടാവില്ല. ഈ സ്ത്രീകൾ ഈ അങ്ങാടിയിൽ വിവിധ കടകളിൽ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളിൽ ആർക്കെങ്കിലും ഞാൻ പെണ്ണാണോ എന്നതിൽ സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. പക്ഷേ പാശ്ചാത്യ നാടുകളിലെ ചില കുട്ടികൾക്ക് ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് സംശയമുള്ള 20% കുട്ടികൾ വളർന്നു വന്നിട്ടുണ്ട് എന്നത് കണക്കുകളാണ്. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സർവേ നടത്തിയ കണക്കുകളാണ്. ഞാൻ ആണാണോ പെണ്ണാണോ എന്നറിയാത്ത ജെൻഡർ കൺഫ്യൂസിംഗ് ആയ തലമുറ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഇത്തരമൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള വർത്തമാനം അത് ജെൻഡർ എന്നത് അത് സാമൂഹ്യ നിർമ്മിതിയാണ് എന്നാണ്. ജെൻഡർ സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഓരോരുത്തരും അവരവന് പ്രായമാകുമ്പോൾ സ്വയം എന്താണോ തീരുമാനിക്കുന്നത് അതാണ് അവരുടെ ജെൻഡർ എന്നാണ്. ചെറിയൊരു വാക്കല്ലാതെ. അതടിസ്ഥാനത്തിലുള്ള പാഠഭാഗങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കടന്നു വന്നിട്ടുമുണ്ട്. ഇത് ഗൗരവമായി നമ്മൾ ഈ വിഷയത്തെ സമീപിക്കണം. ഓരോരുത്തർക്കും എന്താണ് തോന്നുന്നത് അതനുസരിച്ച് അവരവൻ നിയമമുണ്ടാക്കണം എന്ന തീരുമാനം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രഭാഷകൻ, വലിയ പ്രഭാഷകൻ, അയാള് ഈ നിരീശ്വരവാദികളുടെ വലിയ സംസ്ഥാന സമ്മേളനത്തിൽ അയാൾ പ്രസംഗിക്കുന്ന കാര്യം, ഇവിടെ ഇൻസെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു പ്രയാസം തോന്നും. പ്രയാസം തോന്നുന്ന കാര്യമൊന്നുമില്ല. അത് നമ്മൾ പുരോഗമിക്കാത്തത് കൊണ്ടാണ്. നോക്കൂ, നമ്മുടെ കുട്ടിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ വീട്ടിന്റെ പുറത്തു പോകുമ്പോൾ മാത്രമല്ല, വീട്ടിനകത്ത് ആണും നമ്മുടെ മകനും മകളും ഉണ്ടാകുമ്പോൾ അവിടെ പോലും നമ്മൾ ഭയപ്പെടണം എന്ന അവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവിടെ നിരീശ്വരവാദികൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുരോഗമനമാണ്, കലയാണ്, സാഹിത്യമാണ് എന്നൊക്കെ പറഞ്ഞ് പല സംഘങ്ങളും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന വലിയ സേവനം എന്താണ്? മതങ്ങൾ ആളുകൾ ധാർമ്മികതയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നന്മയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ, തോന്നിയാസങ്ങൾ ഇല്ലാതാക്കണമെന്ന് പറയുമ്പോൾ, ലഹരി ഉപയോഗിച്ചോ തോന്നിയാസം ചെയ്തോ എന്ന് പരസ്യമായി പറയാണ്. അവരുടെ ഗ്രന്ഥത്തിൽ അവർ എഴുതി വെച്ചൊരു വാചകമുണ്ട്. ഒരു പുരുഷന്റെ ജീവിതാഭിലാഷം എന്താണ്? ഒരു പുരുഷന്റെ ജീവിത ലക്ഷ്യം എന്താണ്? അത് പരമാവധി സ്ത്രീകളുടെ ഗർഭപാത്രത്തിലേക്ക് തന്റെ ബീജം എത്തിക്കുക എന്നതാണ് ഒരു പുരുഷന്റെ ജീവിത ലക്ഷ്യമെന്ന് പരസ്യമായി എഴുതി വെച്ചത് അവരുടെ ഔദ്യോഗിക പുസ്തകങ്ങളിലാണ്. ഇതൊക്കെ എഴുതി വെച്ച നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ലിബറലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ നയിക്കുന്ന ലോകക്രമത്തിൽ എന്ത് ധാർമ്മികതയാണ് നമുക്ക് പറയാൻ സാധിക്കുക? നോക്കൂ, നന്മ ഏതെന്നും തിന്മ ഏതെന്നും പറയണമെങ്കിൽ ഇവിടെ നമുക്കൊരു വ്യവസ്ഥയുണ്ടാകണം. വ്യക്തികൾ തീരുമാനിച്ചാൽ അതൊരിക്കലും ശരിയാവുകയില്ല. ആൾക്കൂട്ടം തീരുമാനിച്ചാൽ അവിടെയും അപകടം വരാനിരിക്കുന്നുണ്ട്. നോക്കൂ, ശാസ്ത്രത്തിന് അത് തീരുമാനിക്കാൻ കഴിയോ? നന്മയും തിന്മയും. ഒരാൾ ഈ അങ്ങാടിയിൽ നിന്ന് നടന്നു പോകുന്ന സ്ത്രീകളെയെല്ലാം പച്ചത്തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ വിളിക്കുന്ന തെറി അത് മോശമാണ് എന്ന് കാണിക്കാൻ ഏത് ലാബിൽ ടെസ്റ്റ് ചെയ്താലാണ് തെറി മോശമാണെന്ന് പറയാൻ കഴിയൂല. എന്റെ കയ്യിൽ ഒരു പേന, ഈ പേന ഞാൻ എന്റെ സഹപാഠിക്ക്, എന്റെ കൂടെ പഠിക്കുന്നവന്, എന്റെ സഹപ്രവർത്തകന് എഴുതാൻ കൊടുത്താൽ അത് നന്മയാണ്, സംശയമല്ല. പക്ഷേ ഈ പേന എന്ത് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കി, ഇത് ഏത് ചൂടിൽ നശിച്ചു പോകും, ഇത് എത്ര കട്ടിയുണ്ട്, ഇതെത്ര കനമുണ്ട്, അതൊക്കെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയും. പക്ഷേ ഞാൻ ചെയ്തത് നന്മയാണെന്ന് തെളിയിക്കാൻ കഴിയും. ഈ അങ്ങാടിയിൽ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി വാങ്ങി ഒരു സാധുവായ ഒരു മനുഷ്യന് ഞാൻ കൊടുത്താൽ അത് നന്മയാണ്. പക്ഷെ ശാസ്ത്രീയമായി അത് നന്മയാണെന്ന് തെളിയിക്കാൻ കഴിയും? ഒരിക്കലും തെളിയിക്കാൻ കഴിയൂല. ശാസ്ത്രത്തിന്റെ പരിധിയിൽ വരുന്നതല്ല അത്. ചില ആളുകൾ പറയും മതങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല, ദർശനങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല, മതങ്ങളൊക്കെ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്, അതൊക്കെ മനുഷ്യന് പ്രാകൃത മനുഷ്യന് ആവശ്യമായിരുന്നു, ആധുനിക മനുഷ്യന് അതൊന്നും ആവശ്യമില്ല എന്ന് പറയും. ധാർമ്മികത ഇവിടെ നിലവിൽ വരണമെങ്കിൽ മതചിന്തകളിലേക്ക് ആളുകൾ കൂടുതലായി അടുക്കുക മാത്രമേ പരിഹാരമുള്ളൂ. അല്ലാതെ സ്വതന്ത്ര ചിന്തകൾ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പൊയ്ക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ ഓരോരുത്തരുടെയും തോന്നലുകൾക്കനുസരിച്ച് നമ്മുടെ നാട് മാറിപ്പോകും. അല്ലാതെ ഒരിക്കലും ശരിയിലേക്ക്, നന്മയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയില്ല. അവിടെയാണ് ഇസ്ലാമിന് പരിഹാരം നിർദ്ദേശിക്കാനുള്ളത്. നോക്കൂ, ഭൂമിയെ ആര് ശരി തെറ്റുകൾ തീരുമാനിച്ചാലും അവരുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഭൗതികമായ പ്രപഞ്ചത്തിന്റെ യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഒരാളുണ്ട്, അത്
സർവശക്തനായ രക്ഷിതാവാണ്. ആ രക്ഷിതാവിന് ഒരു കാരണവശാലും മനുഷ്യരുടെ ചിന്തകളുടെ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടില്ല. മനുഷ്യൻ എന്തു ചിന്തിക്കുന്നു, എന്തു ചിന്തിക്കും, എന്തു ചിന്തിച്ചിരുന്നു അതറിയാവുന്നവനാണ് അവൻ. എന്താണ് അവർക്ക് ഗുണകരമായത്, എന്താണ് ദോഷകരമായത് എന്നത് വ്യക്തമായി അറിയുന്നവനാണവൻ. അവൻ പ്രപഞ്ചത്തിന്റെ ഉപരിയിലാണുള്ളത്, ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറത്താണുള്ളത്. അതുകൊണ്ട് തന്നെ അവനിൽ നിന്നുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തുക എന്നതാണ്, അത് പാലിക്കുക എന്നതാണ് മനുഷ്യ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ളത്. നമ്മുടെയൊക്കെ പൂർവ്വപിതാവായ ആദം സ്വർഗത്തിലായിരുന്നു ജീവിച്ചത്. ആ സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അള്ളാഹു ആദമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നിൽ നിന്നുള്ള സന്മാർഗം വന്നെത്തിയാൽ ആ സന്മാർഗം നിങ്ങൾ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുകയില്ല, പിന്നീട് നിങ്ങൾക്ക് ഭയപ്പാടുണ്ടാവുകയുമില്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ആ വിശുദ്ധ വേദവചനങ്ങൾ സന്മാർഗം, ആ സന്മാർഗം വളരെ വ്യക്തമായി എന്താണ് എന്ന് നമുക്ക് വരച്ചു കാണിച്ചു തന്നു. ആ വരച്ചു കാണിച്ച മാതൃകയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത റസൂലി. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും അല്ലാഹുവിന്റെ കിതാബും അത് നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴികേടിലാവുകയില്ല എന്നാണ്. അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് ഒരാൾ ചെന്നെത്താതിരിക്കാൻ, ഒരാൾ മോശപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് എത്താതിരിക്കാൻ, ഒരാൾക്ക് ജീവിതത്തിൽ ഡിപ്രഷൻ ബാധിച്ച് ആത്മഹത്യയിലേക്ക് എത്താതിരിക്കാൻ, ഒരാൾക്ക് ജീവിതത്തെ കുറിച്ച് നിരാശയുണ്ടാകാതിരിക്കാൻ, ഭയപ്പാടോടുകൂടി ഭൂമിയിൽ ജീവിക്കേണ്ട സാഹചര്യമില്ലാതിരിക്കാൻ അയാൾ ചെയ്യേണ്ടത് അള്ളാഹു ആകാശ ലോകത്തു നിന്ന് അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ വേദവചനത്തിന്റെ ആശയങ്ങളിലേക്ക് തന്റെ ജീവിതത്തെ കൊണ്ടുവരിക എന്നതാണ്. അവന് കീഴതിന് ജീവിക്കാൻ തയ്യാറാവുക എന്നതാണ്. അതാണ് ലോകത്തിന്റെ മോക്ഷത്തിന്റെ യഥാർത്ഥ മാർഗം. നോക്കൂ, ലോകത്ത് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അറബികൾ ഏറ്റവും മോശപ്പെട്ട ജീവിത സാഹചര്യത്തിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. മദ്യത്തിലായിരുന്നു അവരുടെ ജീവിതം. ഓരോ പ്രഭാതവും ലഹരിക്കടിമപ്പെട്ട് ജീവിച്ചിരുന്ന അവർ ഏതെങ്കിലും ഒരു സ്ത്രീയെ എല്ലാ ദിവസവും ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഉറക്കം വരാത്ത രാത്രികൾ അവർക്കുണ്ടായിരുന്നു. യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു അവർ. എങ്ങനെയാണ് അവർ മാറിയത്? മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഞങ്ങളോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ മദ്യം ഒഴിവാക്കുമായിരുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ സമൂഹം മദ്യപാനം ഒഴിവാക്കിയത്? അത് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി. നമ്മുടെ കുട്ടികൾ ക്യാമ്പസിലേക്ക് കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾ കാണുന്നില്ല, അവിടെ ഒറ്റക്കാണ്, സ്വകാര്യതയിൽ ആരും അറിയുന്നില്ല, എങ്കിൽ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്ന ചിന്തയിലേക്ക് പോകുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ അവൻ സമീഅാണ്, എല്ലാം കേൾക്കുന്നവനാണ്, അവൻ ബസീറാണ്, എല്ലാം അറിയുന്നവനാണ്, അവൻ എല്ലാം കാണുന്നവനാണ്, അവൻ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. ഈ ഒരു ബോധമുണ്ടെങ്കിൽ ആ ബോധമുള്ള ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി, അവൻ ഏത് ക്യാമ്പസിൽ പോയാലും അവൻ അധാർമികതയിൽ ചെന്നുപെടുകയില്ല. എന്റെ സ്വകാര്യതയിൽ ഞാൻ ഒറ്റക്കാണ് എന്നവൻ ചിന്തിക്കുകയില്ല. എന്നോടൊപ്പം എവിടെയാണെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങൾ എവിടെയാണെങ്കിലും ഉണ്ട് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് അവന്റെ മനസ്സിലുണ്ടാകും. ആ ചിന്തയിൽ അവൻ ജീവിക്കുമ്പോൾ ഒരിക്കലും അവന് മാതാപിതാക്കൾ കണ്ടില്ലെങ്കിലും, സമൂഹം എന്നെ കണ്ടില്ലെങ്കിലും, നാട്ടുകാരെന്നെ അറിഞ്ഞില്ലെങ്കിലും എനിക്ക് തിന്മ ചെയ്യാൻ പറ്റും, അധാർമിക പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പറ്റും എന്ന ചിന്ത അവനെ ഭരിക്കുകയില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ധാരാളം നന്മകൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള നന്മകളൊക്കെ നന്മകൾ തന്നെയാണ്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അതിലെ ഏതെങ്കിലും ഒന്ന് തിന്മയാണെന്ന് തെളിയിക്കാൻ ആർക്കും കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള തിന്മയായ കാര്യങ്ങൾ, മോശമാണെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, അതിലേതെങ്കിലും ഒന്ന് നല്ലതാണെന്ന് പറയാൻ ലോകത്താർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. വിശുദ്ധ ഖുർആൻ ഒരു കേവല പുസ്തകം മാത്രമല്ല, ആ പുസ്തകത്തെ പോലെ പകരമൊന്ന് കൊണ്ടുവരാൻ ആർക്കും സാധിക്കുകയില്ല എന്നത് വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളിയാണ്. കാലങ്ങളായ വെല്ലുവിളി സ്വീകരിക്കാൻ ബുദ്ധിജീവികളെയും സാഹിത്യകാരന്മാരെയും ഏവരെയും മനുഷ്യരെയും ജിന്നുകളെയും എല്ലാവരെയും അള്ളാഹു വെല്ലുവിളിച്ചിട്ടും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് അതിന്റെ ദൈവികതക്കുള്ള തെളിവാണ്. അത് നമ്മെ സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച, എന്റെ മാതാപിതാക്കളെ സൃഷ്ടിച്ച ആദ്യ മനുഷ്യനായ ആദം മുതൽ അവസാന
അവസാനം ജീവിക്കുന്ന മനുഷ്യനെ വരെ ശ്രദ്ധിച്ച, പ്രപഞ്ചത്തെ സംവിധാനിച്ച പ്രപഞ്ച സത്താവായ അള്ളാഹുവിന്റെ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു പിഴവും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന് അറിയാം, എന്നാൽ നിങ്ങൾക്കത് അറിയുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ചില കാര്യങ്ങൾ ചില കാലഘട്ടത്തിൽ നല്ലതാണെന്ന് നമുക്ക് തോന്നും, അല്ലെ, അതെനിക്ക് ഗുണകരമാണെന്ന് തോന്നും. പക്ഷെ ഗുണകരമാണെന്ന് നമുക്ക് തോന്നിയത് കൊണ്ട് നിങ്ങൾക്കത് ഇഷ്ടമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഷർറായിരിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുപ്പായിരിക്കും, പക്ഷേ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ അത് ശരിയാണെന്ന് നമ്മൾ വിചാരിക്കാതെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അവന്റെ വചനങ്ങളും അവന്റെ റസൂലിന്റെ നിയമങ്ങളും അതാണ് എനിക്ക് ഗുണകരം എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ, എന്ന നേരായ വഴി സിറാത്തുൽ മുസ്തഖീം അത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെയായിരിക്കും നമുക്ക് വിജയമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, മനുഷ്യരെ ചൂഷണം ചെയ്യാൻ ധാരാളം ആളുകൾ, മനുഷ്യരുടെ കയ്യിലുള്ള പണം കൊയ്യാൻ, അവരുടെ ആശ അത് കീശയിലാക്കാൻ, ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. ആൾ ദൈവങ്ങളുണ്ട്, ചില പ്രത്യേകമായ പേരുകളിൽ അറിയപ്പെടുന്ന ചില സിദ്ധന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, ബീവിമാരുണ്ട്. അവരെല്ലാവരും ഞങ്ങൾക്ക് എന്തൊക്കെയോ ചില പ്രത്യേക കഴിവുകളുണ്ടെന്നാണ് വാദിക്കുന്നത്. സാധാരണ മനുഷ്യർക്കില്ലാത്ത എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഞങ്ങൾക്കുണ്ടെന്ന് വാദിച്ചുകൊണ്ട് രോഗ ചികിത്സക്ക് ഞങ്ങൾക്ക് സാധിക്കും എന്നവർ അവകാശപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത്തരം ചൂഷണങ്ങളെ കുറിച്ച്, ചൂഷകരെ കുറിച്ച് കൂടി നമ്മൾ ശരിയായി ചിന്തിക്കുക, അതിനെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഏകനായ പ്രപഞ്ചത്തിന്റെ സത്താവിനെ ആരാണോ അനുസരിച്ച് ജീവിക്കുന്നത് അവർക്ക് ശാശ്വതമായ പരിഹാരം ലഭിക്കും. ഏതെങ്കിലും ആളുകൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ, അടിമപ്പെട്ട ആളുകൾ ഞാൻ നശിച്ചുപോയി എന്ന് വിചാരിക്കേണ്ടതില്ല. അവർക്ക് സുഖകരമായി ജീവിതത്തിലേക്ക്, സന്തോഷകരമായ അവസ്ഥയിലേക്ക് മടങ്ങി വരാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കൃത്യമായി ലഹരി സമ്പൂർണമായി ഒഴിവാക്കി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആളുകളുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ്, അതിൽ നമ്മുടെ മക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പുതിയ കാലത്തിന്റെ വിദ്യാർത്ഥി ചിന്തകളെ കുറിച്ച് അവലോകനം ചെയ്തുകൊണ്ട് അവർക്കിടയിൽ അഡിക്ഷനെ കുറിച്ച്, മൊബൈൽ അഡിക്ഷനെ കുറിച്ച്, ലഹരി അഡിക്ഷനെ കുറിച്ച് സംസാരിക്കാൻ ഉള്ള അവസരത്തിൽ നമ്മൾ എല്ലാവരും നമ്മുടെ മക്കളെ, അയൽവാസികളെ, കുടുംബക്കാരെ പങ്കെടുപ്പിക്കണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. രജിസ്ട്രേഷൻ കൗണ്ടർ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. എന്റെ ശബ്ദം കേട്ടതിന് ഈ നാട്ടുകാരായ എന്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് അതിഥികളായി ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന്മാർക്കും പ്രത്യേകം നന്ദി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.